ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, പച്ചമുളക്, കുരുമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാഷ്യൂനട്ട് ഇവ കുറച്ച് ഉപ്പോടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിൽ പകുതി നമുക്ക് ചിക്കനിൽ പുരട്ടിയെടുക്കണം, ബാക്കി പകുതി മസാല മാറ്റി വയ്ക്കുക. ചിക്കൻ ഇതുപോലെ ലോ ഫ്ലെയിമിൽ നല്ല മൊരിയുന്നത് വരെ വറുത്തെടുക്കുക. മറ്റൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 4 സവാള ചെറുതായി അരിഞ്ഞതും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഇങ്ങനെ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടി, ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് ഇളക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ചുകൂടെ വേപ്പിലയും പിന്നെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കാന്താരി മുളക് ഇടാത്ത ചിക്കൻ കാന്താരി റെഡി ആയിട്ടുണ്ടാവും. നല്ല സ്പൈസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കാന്താരി എന്ന് വിളിക്കുന്നത്. കാന്താരി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കാന്താരി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.